വിദ്യാർത്ഥികളെ സ്മാർട്ട് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏറെ സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് മാത്സിലെ കൃത്യങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. കൃത്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൊത്തം 10 ഇക്വേഷൻസ് ആണ് ആകെ പഠിക്കാനുള്ളത്. ആ ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഓരോ ഇക്വേഷനും അതിന്റെ എക്സാമ്പിളും പ്രോബ്ലം നോക്കിപ്പോവാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഈ a എന്ന് പറഞ്ഞാൽ ബേസ്, m എന്ന് പറഞ്ഞാൽ പവർ. ഇവിടെ ബേസ് സെയിം ആയിരിക്കുകയും പവർ വ്യത്യസ്തമായിരിക്കും ചെയ്താൽ നമ്മൾ എന്ത് ഈ പവർ തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. ഈ പവർ എന്ന് പറഞ്ഞാൽ 5, ഇപ്പൊ 5 ആണ് എഴുതുന്നെങ്കിൽ 5ന്റെ സ്ക്വയർ നമ്മൾ 5 × 5 എഴുതും. ഇതാണ് ഈ a⁻m എന്ന് ഉദ്ദേശിക്കുന്നത്. 5⁻3 എന്ന് പറഞ്ഞാൽ 5 × 5 × 5. ഇനി ഈ എക്സ്പോണൻസിന്റെ ഓപ്പോസിറ്റ് ആണ് സഡ്സ് എന്ന് പറയുന്നത്. സഡ്സിന്റെ മലയാളം കരണി. കരണി എന്നാണ് മലയാളം. കരണി എന്ന് വെച്ചാൽ ഈ ചിഹ്നത്തെയാണ് കരണി എന്ന് വിളിക്കുന്നത്. ഇത് സ്ക്വയർ റൂട്ട് അല്ല, ഇത് കരണി എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ 25 വന്നാൽ ഉത്തരം 5 ആണ്. ഇവിടെ 3 വന്നാൽ ഉത്തരം 5. എന്നുവെച്ചാൽ ക്യൂബ് റൂട്ട് എന്ന് പറയും. ഇത് ഓൾറെഡി സ്ക്വയർ റൂട്ടാണ്, 2 ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ചിഹ്നം ഇതിന് പറയുന്ന പേര് കരണി എന്നാണ്. അപ്പൊ നമുക്ക് ഓരോ ഇക്വേഷനും അതിന്റെ പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a⁻m × a⁻n a⁻m+n. ഇപ്പൊ എക്ക് ഒരു വാല്യൂ തരും പരീക്ഷയ്ക്ക്. ഇതായിരിക്കും. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരി, ഉത്തരം എത്രയായിരിക്കും ചോദിക്കുന്നത്. ഇത് രണ്ടും ബേസ് സെയിം ആണല്ലോ, 1/3 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 1/3 raised to 3 + 2. ഉത്തരം 1/3 raised to 5. ഇത്രയുള്ള സംഭവം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിനകത്ത് കുഴക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എന്താ ഇപ്പൊ p⁻² × p⁻−5. അപ്പൊ നമ്മൾ ചിഹ്നത്തിന്റെ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഇവിടെ p-2 + -5 ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ, പ്ലസും പ്ലസും തമ്മിൽ കൂട്ടിയാൽ പ്ലസ് ആയിരിക്കും. പ്ലസും മൈനസും വന്നാലോ കുറച്ചിട്ട് വരഞ്ഞ ചിഹ്നം. ഇവിടെ നോക്കാം, ഇത് 2 മൈനസാണ്. മൈനസും വന്നാലോ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം. ഇവിടെ എന്താ p⁻² + -5 അല്ലേ, 2 മൈനസ് അല്ലേ. 2 മൈനസ് p⁻−7. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. ഈ ക്വസ്റ്റൻ കൊടുത്തിരിക്കാം. a⁻m × a⁻n a⁻m+n. ചോദിക്കുന്ന രീതി മനസ്സിലായില്ല. ചിലപ്പോൾ ഇവിടെ എക്ക് പകരം p എന്നോ 1/3 എന്നോ 2.5 എന്നോ അല്ലെങ്കിൽ 5 എന്നോ ഒക്കെ സംഖ്യകൾ വരാം. ചെയ്ത് പിടിക്കുക. രണ്ടാമത്തെ ഫോർമുല നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് a⁻m × b⁻n. ഇവിടെ ബേസ് സെയിം അല്ല, പവറും സെയിം അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്, നിങ്ങൾക്കൊന്നും വ്യക്തത പറഞ്ഞാണ്. ഇപ്പൊ 2⁻3 3⁻2 ചോദിക്കുക. ഇവിടെ ബേസ് സെയിം ആണോ? 2ഉം 3ഉം സെയിം അല്ല. പവർ സെയിം ആണോ? പവറും സെയിം അല്ല. അപ്പൊ നമുക്ക് ഒന്നും ചേർക്കത്തില്ല. നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മാർഗം 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2ഉം 3⁻2 എന്ന് പറഞ്ഞാൽ 3 × 3ഉം ചെയ്യുമ്പോൾ 8 × 9 72. ഇങ്ങനെ എഴുതാനേ പറ്റും. അപ്പൊ ഇത് ചോദിക്കത്തൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ബേസും സെയിം അല്ലെങ്കിൽ പവറും സെയിം അല്ലെങ്കിൽ ഒന്നും ചേർക്കത്തില്ല. നമ്മൾ ആദ്യം പഠിച്ചത് ബേസ് സെയിം ആണ്, പവർ വ്യത്യസ്തമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, a⁻m+n എന്ന് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഇക്വേഷൻ a⁻m × b⁻m. ഇങ്ങനെ വരികയാണ്. ഇവിടെ ബേസ് സെയിം അല്ല, പക്ഷെ പവർ സെയിം ആണ്. ഇവിടെ എന്താ ബേസ് സെയിം ആണ്, പവർ സെയിം അല്ല. ബേസ് സെയിം ആണ്, പവർ സെയിം അല്ലെങ്കിൽ a⁻m+n. ഇനി ഇവിടെ എന്താ ബേസ് സെയിം അല്ല, പക്ഷെ പവർ സെയിം ആണ്. അങ്ങനെ വന്ന ab⁻m. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ കൊടുത്താൽ മതി. എക്സാമ്പിൾ നോക്കാം. 3⁻2 × 2⁻2 ചോദിക്കുക. ഇവിടെ രണ്ടിടത്തും പവർ സെയിം ആണ്. എന്താണ് 3 × 2 6 6⁻2 ആൻസർ 6. നിങ്ങൾക്ക് പരീക്ഷ കളി ഈ 3ന് പകരം പോയിന്റുള്ള സംഖ്യയോ 0.5 അല്ലെങ്കിൽ എന്തുവാ 3.14 എന്നോ അല്ലെങ്കിൽ p എന്നോ 1/2 എന്നോ ഇങ്ങനെയൊക്കെ തരും. ക്ക് പകരം ചിലപ്പം 2 വാല്യൂ സെയിം ആണെന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ എന്തുവാ പവർ സെയിം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ സൈൻ നോക്കി പഠിച്ചോണം. പ്ലസും വന്നാൽ പ്ലസ് ആണ്, ആ സൈൻ നോക്കി പഠിച്ചോണം. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ a⁻n ഒരു വാല്യൂ ആണ് a⁻n. ഇതിന് താഴെ ഒന്നുണ്ട്, നമ്മൾ എഴുത്തില്ലെങ്കിൽ ഒന്നുണ്ട്. നമുക്ക് ഇതിനെ തിരിച്ചിടുന്നതിന് വ്യുൽക്രമം എന്ന് പറയും, അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയും. തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പവറിന്റെ ചിഹ്നം മാറും, മൈനസ് ആവും. അല്ലെങ്കിൽ അതെ ഇത് മൈനസ് ആണെന്ന് വെച്ചോ, തിരിച്ചിടുമ്പോൾ എന്തോ
പ്ലസ് ആവും. അത് ഓർത്തോണം. എന്താ പവറിന്റെ ചിഹ്നം മാറുന്ന എങ്ങനെ? വ്യുൽക്രമം എടുക്കുമ്പോൾ പവറിന്റെ ചിഹ്നം മാറും. എ റേസ് ടു n എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 എ റേസ് ടു -n ആവും, അല്ലെങ്കിൽ എ റേസ് ടു -n എന്നാവും 1 എ റേസ് ടു n ആവും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. പരീക്ഷ ചോദിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. കണ്ടേ 7 റേസ് ടു 2 ഇൻറ്റു 7 റേസ് ടു -3 7 റേസ് ടു -5 ഇങ്ങനെ ചോദ്യം ചോദിക്കുക പരീക്ഷയ്ക്ക്. ഇവിടെ രണ്ട് ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? ബേസ് സെയിം ആണ്. അപ്പൊ ഇവിടെ എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n എന്താ 7 റേസ് ടു 2 പ്ലസ് -3. താഴെ എന്ത് വരും? 7 റേസ് ടു -5. നമ്മളൊരു ഫോർമുല പഠിക്കാറുണ്ട്. ഫോർമുല അങ്ങനെ പറഞ്ഞിട്ട് പോകാം. എ റേസ് ടു m ഡിവൈഡഡ് ബൈ എ റേസ് ടു n. ഇവിടെ ഡിവിഷൻ വന്നിരിക്കുന്നുണ്ടല്ലോ. എ റേസ് ടു m ഡിവൈഡ് ബൈ എ റേസ് ടു n വന്നാൽ എ റേസ് ടു m മൈനസ് n ആണ്. മൈനസ് ചെയ്യണം. ഗുണിക്കുന്നതിന് വരുടെ പ്ലസ് ചെയ്യും, ഡിവിഷന് വരുടെ മൈനസ് ചെയ്യും. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? 2 പ്ലസ് -3. 2 പ്ലസ് -3 എത്ര വരും? 7 റേസ് ടു -1. കാര്യം ഇവിടെ വലുത് മൈനസ് ആണ്. പ്ലസ് മൈനസ് ഒന്ന് കുറയ്ക്കണം, മൈനസ് ചിഹ്നം കൊടുക്കണം. 7 റേസ് ടു -1 താഴെ എന്ത് വരും? 7 റേസ് ടു -5. ഇതിന് എന്താണ്? ഡിവിഷൻ അല്ലേ? ഡിവിഷൻ വന്നെന്താണ്? എ റേസ് ടു m ഡിവൈഡ് ബൈ എ റേസ് ടു n എന്ന് വരും? എ റേസ് ടു m മൈനസ് n എന്ന് വരും. നോക്കാം. 7 റേസ് ടു -1 മൈനസ് -5. ശ്രദ്ധിക്കണം, രണ്ട് മൈനസ് ആണ്, ഒരു മൈനസ് ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നോക്കാം. 7 റേസ് ടു -1 മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് 5 എന്ത് വരും? മൈനസും പ്ലസും വന്നാൽ എന്തുവാ? കുറയ്ക്കണം. വലുതും ചെയ്യുന്നത് പ്ലസ് അല്ലേ? 5 1 എത്ര? 4. ഉത്തരം 7 റേസ് ടു 4. ചിലപ്പോൾ ഓപ്ഷൻ 7 റേസ് ടു 4 കാണില്ല. പകരം എന്താണെന്ന് അറിയാം? 1/7 റേസ് ടു -4 ആയിട്ട് കാണുന്നത്. ഏത് ഇക്വേഷനാണ്? എ റേസ് ടു n എന്ന് പറയുന്നത് 1/a റേസ് ടു -n എന്ന ഇക്വേഷൻ പഠിച്ചില്ലേ? അപ്പൊ ആ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ 7 റേസ് ടു 4 കിട്ടിയിട്ട് കാര്യമില്ല. 1/7 റേസ് ടു -4 എന്നുള്ള ഇക്വേഷൻ കൂടെ അത് എഴുതാൻ അറിയെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒറ്റ പ്രോബ്ലത്തിൽ നിന്ന് 3 ഇക്വേഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ട്. എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n, എ റേസ് ടു m പ്ലസ് n, ഇനി എ റേസ് ടു m ഡിവൈഡ് ബൈ എ റേസ് ടു n, എ റേസ് ടു m മൈനസ് n, പിന്നെ ഏതാ? എ റേസ് ടു n ഇസ് ഈക്വൽ ടു 1/a റേസ് ടു -n. ഈ 3 ഇക്വേഷൻ ഈ ഫോർമുലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 5 ഇക്വേഷൻ ആണ് നോക്കിയത്. ജസ്റ്റ് 5 ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയിടാം. ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n, എ റേസ് ടു m പ്ലസ് n. രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? എ റേസ് ടു m ഇൻറ്റു ബി റേസ് ടു n. എഴുതാനൊക്കത്തില്ല. മൂന്നെന്തായിരുന്നു? എ റേസ് ടു m ഇൻറ്റു ബി റേസ് ടു m എന്തായിരുന്നു? എ ബി റേസ് ടു m. നാലാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എ റേസ് ടു n എന്ന് പറയുന്നത് 1/a റേസ് ടു -n, അല്ലെങ്കിൽ എ റേസ് ടു -n എന്താണ്? 1/a റേസ് ടു n. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എ റേസ് ടു m ഡിവൈഡഡ് ബൈ എ റേസ് ടു n എന്തായിരുന്നു? എ റേസ് ടു m മൈനസ് n. മൊത്തം 5 ഇക്വേഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമ്മൾ കുറച്ച് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, അതുകൂടെ പറയാം. നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ആറാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബൈ റേസ് ടു n. എ ബൈ റേസ് ടു n വന്നാല് എ റേസ് ടു n ഡിവൈഡ് ബൈ ബി റേസ് ടു n. എ റേസ് ടു എ ബൈ ബി റേസ് ടു n വന്നാൽ വരും എ റേസ് ടു n ബൈ ബി റേസ് ടു n. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇത് പരീക്ഷ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. 3ab ബൈ സി റേസ് ടു 2 ഇങ്ങനെയായിരിക്കും തരുന്നത് പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മളെന്താണ്? ആദ്യം 3ന്റെ സ്കോർ എടുക്കണം. എല്ലാത്തിനും എന്നെ വരും ബാധകമാണ്. അപ്പൊ ഈ 3നും ഈ 2 ബാധക, എക്കും 2 ബാധക, ബിക്കും 2 ബാധക, ഈ സിക്കും 2 ബാധക. 3 റേസ് 2 എന്ന് പറഞ്ഞാൽ 9, എ റേസ് 2 എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, ബി റേസ് 2 എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, താഴെ എന്ത് വരും? സി സ്ക്വയർ. ഇതാണ് ആൻസർ. ഇങ്ങനെയൊക്കെ പരീക്ഷ വരത്തുള്ളൂ. ഒരു പ്രാവശ്യം കണ്ണൂർ വെച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, LDക്ക് വെച്ച് ക്വസ്റ്റ്യൻ ആണ്. 3 റേസ് ടു x റേസ് ടു 3. ഇത്രയുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിരുന്നു. 2016 ചോദിച്ചത് ക്വസ്റ്റ്യൻ. എടുത്ത് നോക്കിയാൽ മതി. 3 റേസ് ടു x റേസ് ടു 3 എന്നാൽ 3യുടെ ക്യൂബ് എത്ര? 27, എക്സിന്റെ ക്യൂബ് x ക്യൂബ്. വളരെ സിമ്പിൾ ആണ്. 1 മാർക്ക് മേടിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത 6ാമത്തെ ഓർഡർ മനസ്സിലായല്ലോ. ഇനിയിപ്പോ അടുത്ത 7ാമത്തെ ഓർഡർ നോക്കാം. 7ാമത്തെ എന്ന് പറയുന്നത് എ റേസ് ടു 0. ഏതെങ്കിലും റേസ്റ്റിന് 0 വന്നാൽ ഉത്തരം 1 ആയിരിക്കും. ഇനി എ റേസ് ടു 1 അത് എ ആയിരിക്കും. ഇതാണ് പറയാം. 365 റേസ് ടു 0 എന്ന് ചോദിക്കുക പരീക്ഷയ്ക്ക്. ചോദിച്ചത്ര ഉത്തരം 1 ആണ്. 1/2 റേസ് ടു 0 ചോദിച്ചാലോ ഉത്തരം 1 ആണ്. ഇനി ഒരു റേസ് ടു മേളിൽ സംഖ്യ തന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ 361 തന്നിട്ടുള്ളൂ വെച്ചോ, 365 റേസ് ടു 1 എന്നൊക്കെയാണ്. അത് പഠിച്ചില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. 7ാമത്തെ ഫോർമുല ഓർത്തിരിക്കുക. അടുത്ത 8ാമത്തെ ഫോർമുല. 8, 9 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഓർത്തിരുന്ന 8ാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്ന എ ഇവിടെ ഒരു n വരും. എന്ത് റൂട്ട് എ ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 ആയിരിക്കും. ചിലപ്പോൾ 1 കാണത്തില്ല. 1 ഉണ്ടെങ്കിൽ 1 ഇല്ലെങ്കിൽ ഇല്ല. എന്ത് റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ റേസ് ടു 1/n ആയിരിക്കും. എന്ത് റൂട്ട് എ റേസ് ടു 1
1 എന്ന് പറയുന്നതായിരിക്കും a raised 1/n ആയിരിക്കും. ഒമ്പതാമത്തെ ഫോർമുല. ഇവിടെ m തരും, ഇവിടെ n തരും. എന്നുവെച്ചാൽ ഇവിടെ ഒന്നിന് വേറെ വാല്യൂ വരും, 2 3 എന്നൊക്കെ പറഞ്ഞു വരും. ഇങ്ങനെ പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, ചോദിക്കുന്ന രീതിയൊക്കെ കാണിക്കാം. a raised m/n ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഫോർമുല. പ്രധാനമായി കൃത്യങ്ങളാണ് പഠിക്കേണ്ട 9 ഫോർമുലസ് ആണ് ഇത് പറഞ്ഞത്. ഈ ഫോർമുലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത് കൂടാതെ പഠിക്കേണ്ട 2 ഫോർമുല ഉണ്ട്, അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് തീരും. നമുക്ക് ഈ 8 9 വരുന്ന പ്രോബ്ലംസ് ഇല്ല, 8 9 ഇക്വേഷൻ വെച്ച് വരുന്ന പ്രോബ്ലംസ് 2 3 കാണിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലംസ് കാണിക്കാം. കണ്ടേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 64 raised to 1/6 എത്രയാണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. 64 raised to 1/6 എത്രയാണെന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. ചോദിച്ചാൽ എന്താണ് 64 നമ്മൾ ഘടകങ്ങളാക്കണം. 2 ഇതേപോലെ ഘടകങ്ങളാക്കണം. 16 2 8 2 4 2 2 ചെറിയ ഘടകങ്ങളാക്കണം. ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെറിയ ഘടകങ്ങളാക്കി ഇത് എന്ത് വേണം, എത്ര 2 ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 2 raised to 6 2 raised to 6 എന്ന് 64 ഇൻറ്റു 1/6. ഈ 6 6 എന്ത് ചെയ്യും, ക്യാൻസൽ ആയപ്പോൾ ഇവിടെ 1 വരും. എത്ര 2 raised to 1 2. ഇതാണ് 8ാമത്തെ 9ാമത്തെ ഫോർമുല വരുന്നത്. പറഞ്ഞാൽ കാണിക്കാം. 125 raised to 2/3 ചോദിക്കുക പരീക്ഷയ്ക്ക്. 125 raised to 2/3 ചോദിക്കുക. 125 raised to 2/3 ചോദിച്ചാൽ 125 ഘടകങ്ങളാക്കണം. 5 കൊണ്ട് ചെയ്യാം 25, വീണ്ടും 5 കൊണ്ട് ചെയ്യാം 5. എത്ര 5 വരും? 3 5 വരുന്നത് അല്ലേ? 5 raised to 3 ഇൻറ്റു 2/3. 3യും 3യും ക്യാൻസൽ ആയപ്പോൾ എത്ര വരും ഉത്തരം? 5ന്റെ സ്ക്വയർ എത്ര 25. ഈ ഭാഗത്തു നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ 8ാമത്തെയും 9ാമത്തെയും പ്രോബ്ലം ഉണ്ട്. 8ാമത്തെ 9ാമത്തെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കാം. ഒരെണ്ണം കാണിക്കാം. 32 raised to 1/5 പ്ലസ് 66 raised to 1/3 പ്ലസ് 27 raised to 2/3 പരീക്ഷ ചോദിക്കുക. ഇതിന് വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കുക. എന്താണ്? 32 ഘടകങ്ങളാക്കണം. എങ്ങനെ 32 ചെറിയ ഘടകങ്ങളാക്കണം. ചെറിയ ഘടകങ്ങളാക്കുക. എത്ര വരും? 5 2 വരും അല്ലേ? 2 raised to 5 ഇൻറ്റു 1/5 എഴുതാം. 64 നമ്മൾ നേരത്തെ ഘടകങ്ങളാക്കിയതാണ്. 2 raised to 6 ഇൻറ്റു 1/3 എന്ന് വരും. 27 ഘടകങ്ങളാക്കാം. 3 9 3 3 ഇത് വരും. 3 3 വരും അല്ലേ? 3 raised to 3 ഇൻറ്റു 1/3 എന്ന് വരും. വെട്ടുമ്പോൾ 5 5 വെട്ടും 1 1 ഗുണം 1 1 2 വരും ഇവിടെ. ഇവിടെ ഈ 3 6 വെട്ടുമ്പോൾ 2 2 ഇൻറ്റു 1 2 2 raised to 2 വരും ഇവിടെ. ഇവിടെ 3യും 3യും വെട്ടും 1 3 raised to 1 വരും. ഇത് കണ്ടുപിടിച്ച് എഴുതിയാൽ ഇത്ര എന്തുവാ 2 2 raised to എത്ര 4 3 raised to എത്ര 3 ഉത്തരം എത്ര വരും? 9 വരും. ഇതാണ് 8ാമത്തെ 9ാമത്തെ ഫോർമുല വെച്ച് ചെയ്യുന്ന പ്രോബ്ലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്, അതോടെ പറഞ്ഞിട്ട് പരീക്ഷ വരുന്ന ചോദ്യമാണ് 2